ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ സത്യാവസ്ഥകളെല്ലാം തന്നെ വീട്ടിലറിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കാനായിട്ട് അച്ഛമ്മ വരുന്നുണ്ട്. അച്ഛമ്മയുടെ കൃത്യമായ ഇടപെടൽ മൂലം തന്നെ ശ്രുതിയെ വീടിനകത്തേക്ക് കയറ്റുകയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റേതായ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണേ. അതിനുശേഷം പറഞ്ഞ അതായത് നമ്മുടെ ശരത്തിനെയും ആൻ്റണിയെയും ഒരുമിച്ച് നമ്മുടെ സച്ചി കാണുന്നൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, ശരത്തും ആൻ്റണിയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതിനിടയിൽ തന്നെ നമ്മുടെ രേവതിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്തും ഇതുകൂടാതെ ശരത്തിനെ മനഃപൂർവ്വം തന്നെ പ്രതിയാക്കുന്നതിന് വേണ്ടി, അതായത് സച്ചിക്ക് നേരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി ആ വീഡിയോ റിലീസ് ചെയ്യിക്കുന്നതും എല്ലാം അതെല്ലാം തന്നെ ആൻ്റണിയോടുള്ളൊരു പ്രതികാരമായി തന്നെ ശരത്തിന് മാറുകയാണല്ലേ. അപ്പോൾ ഇതിലെ തന്നെ ലക്ഷ്മിയും ദേവും സച്ചി രേവതിയൊക്കെ മാറി പറയുന്നുണ്ടല്ലേ, നീ ആൻ്റണിയായിട്ട് കൂട്ടുകെട്ട് വേണ്ട, ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആൻ്റണി ശരിക്കും തൻ്റെ ചേട്ടനെ പോലെയാണെന്നും ആൻ്റണിയേട്ടനില്ലാതെ തനിക്ക് ജീവിതം മുന്നോട്ട് പോവുകയില്ല എന്നുള്ളൊരു സംസാരമൊക്കെ നമ്മുടെ ശരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൻ്റണിയെ പിരിയാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ശരത്ത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ചെറിയ ചെറിയ എട്ടിൻ്റെ പണികളൊക്കെ ആൻ്റണി ശരത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്നത്. അതറിഞ്ഞതിന് ശേഷം ശരത്ത് ശരിക്കും പറഞ്ഞാൽ ആൻ്റണിയിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുന്നതും നമ്മുടെ ലക്ഷ്മിയും ദേവും രേവതിയൊക്കെ ആഗ്രഹിച്ച പോലെ നല്ല രീതിയിൽ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി മുന്നേറുന്നതിന് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശരത്ത് പഠിച്ച് മുന്നോട്ട് പോവുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ശരത്ത് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ആൻ്റണി ശരത്തിനെ പിടികൂടുകയും നേരെ തൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തും എന്തിനാ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരാളെ വേണം, പലരെയും ഞാൻ വെച്ചു, പക്ഷേ അവരൊന്നും നിൻ്റെ അത്രയും നല്ല എഫിഷ്യൻറ്റോട് കൂടി തന്നെ പണി ചെയ്യുന്നില്ല, നീ എൻ്റെ കൂടെ കൊട്ടേഷനൊന്നും വരുമെന്ന് വേണ്ട, പക്ഷേ എൻ്റെ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നീ കൃത്യമായി നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, ഞാൻ നിങ്ങളുമായിട്ടൊരു കൂട്ടിനും കമ്പനിക്കും വരികയില്ല, എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും ആളുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ എന്നെ ധിക്കരിച്ച് ഇവിടുന്ന് പോകാനാണ് ശരത്തെ തീരുമാനിച്ച്, ഒരിക്കലും നടക്കുകയില്ല, ഞാൻ തീരുമാനിച്ചാൽ നിൻ്റെ എക്സാം പോലും എനിക്കിന്ന് മുടക്കാൻ സാധിക്കുമെന്ന് ആൻ്റണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായി തന്നെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായി തന്നെ ആൻ്റണിയുടെ കൂടെ ശരത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ട് സച്ചി ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരത്ത് വ്യക്തമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.